ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് അഭയവും തൊഴിലും നൽകിയ രാജ്യമാണ് UAE. ഈ രാജ്യത്തോടുള്ള ആദരവും സ്നേഹവും വ്യത്യസ്തമായ രീതികളിൽ പ്രകടിപ്പിക്കുന്നവർ നിരവധിയാണ്. UAEയോടുള്ള ആദരവായി ഈ രാജ്യം മുഴുവൻ ഓടിത്തീർത്ത ഒരു പ്രവാസി മലയാളിയുണ്ട് ദുബായിൽ. കണ്ണൂർ സ്വദേശി നികേഷിനെ ഒന്ന് പരിചയപ്പെടാം. സ്വന്തം ജീവിതത്തെ അടയാളപ്പെടുത്താൻ സവിശേഷമായ രീതിയിൽ ശ്രമിക്കുന്ന നിരവധി പേരുണ്ട്. ഇടപെടുന്ന മേഖലകളിൽ കഠിനാധ്വാനം, പ്രയത്നം, സമർപ്പണം എന്നിവ കൊണ്ടൊക്കെ ഒരു സ്റ്റാമ്പ് പതിച്ച് ജീവിക്കുന്നവർ. കാലങ്ങൾ കടന്നും വരും തലമുറകൾക്ക് പ്രചോദനവും പ്രത്യാശയുമായി അത്തരക്കാർ തിളങ്ങി നിൽക്കും. ചരിത്രവും പുരാണങ്ങളും മതഗ്രന്ഥങ്ങളുമൊക്കെ പരതിയാൽ അത്തരത്തിൽ നിരവധി വ്യക്തിത്വങ്ങളെ കാണാനാകും. നമ്മളൊക്കെ ജീവിക്കുന്ന ഇക്കാലത്തുമുണ്ട് അത്തരം ചിലർ. അങ്ങനെ സ്വജീവിതം സമൂഹത്തിനൊരു മാതൃകയായി തീരണമെന്ന ലക്ഷ്യത്തോടെ അസാധാരണമായ ഒരു നേട്ടം കൈവരിച്ച വ്യക്തിയാണ് കണ്ണൂർ സ്വദേശി നികേഷ് കോട്ടൂർ പടിക്കൽ. നിക്കി എന്ന പേരിൽ അറിയപ്പെടുന്ന നികേഷിന്റെ നേട്ടം നമുക്കൊക്കെ ഊർജം പകരുന്ന ഒന്നാണ്. എന്താ നിക്കിയുടെ ശരിക്കും പ്രൊഫഷണലി താങ്കൾ ആരാണ്? ഞാൻ ഫിറ്റ്നസ് ട്രെയിനറാണ് ജിമ്മിൽ. ആക്ച്വലി ഞാൻ ആദ്യം ഇവിടെ 2017 ദുബായിലെത്തിയത്. ദുബായിലെത്തിയപ്പോൾ ഞാനിവിടെ ഒരു സാധാരണ ജിമ്മിലായിരുന്നു ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അവിടെ 2 കൊല്ലം വർക്ക് ചെയ്തു. പിന്നെ അവിടുന്ന് ജോബ് വിട്ടതിന് ശേഷം ഫ്രീലാൻസ് ട്രെയിനറായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെ ഈ UAEയിൽ ഈ രീതിയിലൊരു എക്സ്പെഡീഷൻ അല്ലെങ്കിൽ എന്താ പറയുക, നടന്ന് അല്ലെങ്കിൽ ഓടി അങ്ങ് തീർത്തേക്കാന്ന് വിചാരിക്കുന്ന ആ ഒരു തോട്ട് എപ്പോഴാണ് മനസ്സിൽ വരുന്നത്? അത് 2023 2023 ഞാനൊരു കേരള റൈഡേഴ്സ് എന്ന് പറഞ്ഞൊരു ക്ലബിൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്തു ഓട്ടം. അവരോടെയായിരുന്നു ഞാൻ എൻ്റെ ഓട്ടം സ്റ്റാർട്ട് ചെയ്തത്. UAEയുടെ 53ാം ദേശീയ ദിനത്തിന്റെ ഭാഗമായി താൻ ജീവിക്കുന്ന രാജ്യത്തിന് ഈ പ്രവാസി നൽകിയ സമ്മാനം ഈ രാജ്യം മുഴുവൻ UAEയുടെ ഐക്യവും മുന്നേറ്റവും വിളംബരം ചെയ്ത് ഓടിത്തീർക്കുക എന്നതാണ്. കേൾക്കുമ്പോൾ അസംഭവ്യമെന്ന് തോന്നാവുന്ന ഈ ദൗത്യം നിക്കി വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞു. എന്തെങ്കിലും ഒന്ന് ഡിഫറെൻ്റ് ആയിട്ടൊന്ന് ലൈഫിൽ ചെയ്യണം എന്നുള്ളത് നോക്കി അതിനെപ്പറ്റി സെർച്ച് ചെയ്ത് കൊണ്ടിരിക്കുമ്പോഴാണ് 7 എമിറേറ്റ്സ് ഓടേണ്ടത് കണ്ടത്. ചെറിയൊരു കാര്യമല്ല, കുറച്ച് വലിയൊരു സംഭവമാണെന്ന് പിന്നെ അത് മനസ്സിലായി. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഒന്ന് ട്രൈ ചെയ്തു. ഫെബ്രുവരി ആയിരുന്നു ട്രൈ ചെയ്തത്. പക്ഷെ അത് കാലാവസ്ഥയ്ക്ക് അനുകൂലമായിരുന്നു. കാലാവസ്ഥയിലും നല്ല കാലാവസ്ഥയായിരുന്നു. പക്ഷെ അത് മുഴുവനാക്കാൻ പറ്റിയില്ല. ഫെബ്രുവരി കാലിന് ചെറിയൊരു പരിക്കാരണം എനിക്ക് നിർത്തേണ്ട വന്നു. പക്ഷെ അത് നിർത്തേണ്ട വന്നപ്പോൾ അത് വല്ലാതൊരു ഹേർട്ടായി. എനിക്കത് എന്തുകൊണ്ട് എനിക്ക് പറ്റിയില്ല, എനിക്ക് ചെയ്യാൻ കഴിയണമായിരുന്നു എന്നുള്ളൊരു വാശിയുമായി. പിന്നെ അതിനുവേണ്ടി പ്രയത്നിക്കാൻ തുടങ്ങി, അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്തു, അതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻസ് എടുത്തു. ബാങ്ക് ജീവനക്കാരിയായ സഹധർമ്മിണി സമറിന്റെ പൂർണ്ണ പിന്തുണ കൂടിയായപ്പോൾ നിക്കിയുടെ സ്വപ്നം ട്രാക്കിലായി. അങ്ങനെ ആ അസാധാരണ ലക്ഷ്യം പൂർത്തിയാക്കാൻ നിക്കി ഓടിത്തുടങ്ങി. UAEയിലെ 7 എമിറേറ്റുകളിലൂടെയും നിക്കി ഓടി. 625 കിലോമീറ്റർ ദൂരം വെറും 5.5 ദിവസങ്ങൾ കൊണ്ട് ഈ 38-കാരൻ ഓടിത്തീർത്തു. അബുദാബി തൊട്ടിട്ട് മോഷൻ ഗേറ്റ് വരെ സ്ട്രെയിറ്റ് റോഡാണ്. അറൗണ്ട് 400 കിലോമീറ്റർ സ്ട്രെയിറ്റ് റോഡാണ്. പക്ഷേ മോഷൻ ഗേറ്റിൽ നിന്ന് ഞാൻ ഡിസ്കവറി ഗാർഡൻ ഏകദേശം അങ്ങോട്ടേക്ക് എത്താൻ കുറച്ച് ഉള്ളിലോട്ടുള്ള മണ്ണിട്ട റോഡിലൂടെയും അങ്ങനെ കുറച്ച് ഓടണം. ഏകദേശം ഒരു 4-5 കിലോമീറ്റർ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റോഡിലൂടെ ഓടേണ്ട വന്നിരുന്നു. കാരണം E11 റോഡിലൂടെ ഞങ്ങൾക്ക് ഓടാൻ പെർമിഷൻ ഇല്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് ആ മോഷൻ ഗേറ്റിലേക്ക് അതിലേക്ക് എത്താൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള റോഡിലൂടെ ഓടേണ്ടത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആ റോഡ് ഫുൾ പൂഴിയും കാര്യങ്ങളെല്ലാം ആയിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. UAEയുടെ സൗദി അതിർത്തിയായ അൽബത്തയിൽ നിന്നും നവംബർ 23 വൈകിട്ടാണ് നികേഷ് ഓടിത്തുടങ്ങിയത്. തുടർന്ന് ദുബായ് കടന്ന് ഷാർജയിലേക്കും അവിടെ നിന്നും അജ്മാൻ, ഉമൽ ഖ്വൈൻ, റാസൽ ഖൈമ, ഫുജേറ എന്നീ എമിറേറ്റുകൾ താണ്ടി ദിബ്ബയിലായിരുന്നു ഓട്ടം അവസാനിച്ചത്. 5 ദിവസം 22 മണിക്കൂർ 53 മിനിറ്റ് കൊണ്ട് ഇവരൻ ഒസാക്ക എന്ന വ്യക്തി സൃഷ്ടിച്ച റെക്കോർഡാണ് മലയാളിയായ നികേഷ് തിരുത്തി കുറിച്ചത്. കൃത്യമായി പറഞ്ഞാൽ 5 ദിവസം 15 മണിക്കൂർ 53 മിനിറ്റ് കൊണ്ടാണ് നിക്കി 7 എമിറേറ്റുകളിലൂടെയുള്ള തന്റെ ഓട്ടം പൂർത്തിയാക്കിയത്. ഓരോ 10 കിലോമീറ്റർ പിന്നിടുമ്പോഴും 2 മിനിറ്റ് മാത്രമായിരുന്നു വിശ്രമം എടുത്തിരുന്നത്. ഫസ്റ്റ് ഡേ ഏകദേശം 130 കിലോമീറ്റർ ഞാൻ ഓടിയിരുന്നു ഫസ്റ്റ് ഡേ. സെക്കൻഡ് ഡേ 120. അൽബത്ത തൊട്ടിട്ട് മോഷൻ ഗേറ്റ് ടു ഡിസ്കവറി ഗാർഡൻ ടു ഷാർജ ടു അജ്മാൻ ടു ഉമ്മൽ ഖോയിൻ, റാസൽ ഖൈമ, ഫുജറ ഡിബ്ബ. ഇതായിരുന്നു പോയ വഴി. എവരിഡേ 100 കിലോമീറ്റർ റൺ ചെയ്തിരുന്നു. ദൈർഘ്യമേറിയ ഈ യാത്രയുടെ ഊർജം മുഴുവൻ തന്റെ ഭാര്യ സമറിനായിരുന്നുവെന്ന് നിക്കി പറയുന്നു. തുടക്കം മുതൽ അവസാനം വരെ നിക്കിക്ക് പിറകിലായി വെള്ളവും ലഘുഭക്ഷണങ്ങളുമായി സമറിൻ കാറിൽ സഞ്ചരിച്ചു.
UAEക്കുള്ള ആദരവായി നടത്തിയ ശ്രമത്തിന് അബുദാബി പോലീസിന്റെ അകമ്പടിയും കുറച്ചു ദൂരം നിക്കിക്ക് ലഭിച്ചു. ദുബായ് ട്രയൽ റണ്ണേഴ്സ്, കേരള റൈഡേഴ്സ്, പീക്ക് സ്പോർട്സ് എന്നീ കൂട്ടായ്മകളിലെ അംഗങ്ങളും നിക്കിയുടെ സഹായത്തിനായെത്തി. ഓട്ടത്തിനിടെയുള്ള ചെറിയ വിശ്രമവും മയക്കവുമൊക്കെ ഒപ്പമുള്ള വാഹനത്തിൽ തന്നെയായിരുന്നു. ആദ്യത്തെ 3 ദിവസം എൻ്റെ വൈഫായിരുന്നു. ആദ്യത്തെ 3 ദിവസം ആക്ച്വലി ഞാൻ ഓടിയെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. പക്ഷേ ബാക്കിയുള്ള ഫുൾ സപ്പോർട്ട് എൻ്റെ വൈഫും എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാം ആയിരുന്നു. ഞാൻ ഓടി എന്നുള്ളത് ഓക്കെ, ഞാനത് അംഗീകരിക്കുന്നു. പക്ഷേ 3 ദിവസം എൻ്റെ വൈഫ് എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്തത് എന്താണെന്ന് പോലും എങ്ങനെയാണെന്ന് പോലും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ആ വ്യക്തി ഒരു സ്പോർട്സിനെ പറ്റിയോ ഇതിനെപ്പറ്റിയോ ഒന്നും തന്നെ അറിയാത്തൊരു വ്യക്തിയാണ്. ഇതിൻ്റെ ഒന്നും അറിയാത്ത വ്യക്തിയാണ്. പക്ഷേ ആ വ്യക്തി എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ കൂടെ നിന്ന് എനിക്ക് കാലിന് ക്രാമ്പ് വന്ന ടൈം മസാജ് ചെയ്ത് തന്നിട്ടും എനിക്ക് വേണ്ട ഫുഡും കാര്യങ്ങളും എല്ലാം ചെയ്ത് A to Z ഒരു പ്രോപ്പർ കോച്ച് എങ്ങനെ ചെയ്യും അതേപോലെയാണ് എൻ്റെ വൈഫ് ചെയ്തത്. എൻ്റെ വൈഫായിട്ട് പറയുന്നില്ല, പക്ഷേ ആ ഒരു വ്യക്തി ചെയ്ത ആ ഒരു 3 ദിവസത്തെ ആ ഒരു സംഭവം എനിക്ക് കറക്റ്റായി കിട്ടിയിരുന്നെങ്കിൽ സപ്പോസ് എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അസംഭവ്യമെന്ന് തോന്നാവുന്ന ശ്രമത്തിന്റെ ഒപ്പം നിന്ന ഭാര്യ ഷംറിന്റെ ജന്മദിനത്തിലാണ് നികേഷ് ലക്ഷ്യം കൈവരിച്ചതെന്ന പ്രത്യേകതയുമുണ്ട്. ഗിന്നസ് റെക്കോർഡ് എന്ന ലക്ഷ്യത്തോടെയുള്ള ശ്രമമായിരുന്നതിനാൽ അതിനായുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഗിന്നസ് നേട്ടത്തിനായി സമർപ്പിക്കാനുള്ള ശ്രമത്തിലാണ് നിക്കി ഇപ്പോൾ. ഗൾഫ് പനോരമയുടെ ആശംസകൾ.